ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് PSC ബുള്ളറ്റിനിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തേത്, ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളം. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് തുളസി ഹിൽ പാലസ്, പട്ടം. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് തുളസി ഹിൽ പാലസ്, പട്ടം. കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേര് സ്വം, അതിനർത്ഥം നിധി. കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേര് സ്വം. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വം എന്ന നിഘണ്ടു തയ്യാറാക്കിയത് കക്കോടി കൊല്ലങ്കണ്ടി VK ബാബുവാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വം എന്ന നിഘണ്ടു തയ്യാറാക്കിയത്. ഓർത്തു വച്ചിരിക്കുക, കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗനറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗനറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. 2025 ജനുവരി 21 നടപ്പാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കവചം. എക്സ്പാൻഷൻ. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. 2025 ജനുവരി 21 നടപ്പാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രമാണ്. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രം. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്.
സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ. സോമപ്രസാദ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ. സോമപ്രസാദ്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് എലിക്കുളം. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം വീഥി. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം വീഥി. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടയ്ക്കൽ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര മുനിസിപ്പാലിറ്റി ശ്രീകണ്ഠപുരം. ഗ്രാമകോടതിയുള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം വാമനപുരം. ഗ്രാമകോടതിയുള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം വാമനപുരം. ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം. ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്? പാറളം. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല വയനാട്. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് വയനാടാണ്. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷിഫാം ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷിഫാം ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം കോഴിക്കോട്. വീടുകളിൽ ഒറ്റയ്ക്കായിപ്പോയ മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ. സല്ലാപം പദ്ധതി. വീടുകളിൽ ഒറ്റയ്ക്കായി പോകുന്ന മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സല്ലാപം പദ്ധതി. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണമായി IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ആദ്യ ഗ്രാമപഞ്ചായത്ത് കാട്ടാക്കടയാണ്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണമായി IoT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ഏറനാട്. കേരളത്തിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ഏറനാട്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പദ്ധതി തൃപ്പങ്ങോട്. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പദ്ധതി തൃപ്പങ്ങോട്. ഇന്ധനച്ചെലവില്ലാതെ കായൽ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം കതിരവൻ. ഇന്ധനച്ചെലവില്ലാതെ കായൽ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം
കതിരവനാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.